യൂട്യൂബ് ചാനലിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ 10th ലെവൽ പ്രിലിംസൊക്കെ വരികയാണല്ലേ. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രീവിയസ് സീരീസ് ആരംഭിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഇവിടെ നോക്കുന്നത് നീതി ആയോഗം പഞ്ചവത്സര പദ്ധതികളിലും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. PSC പരീക്ഷകളിൽ നീതി ആയോഗിൻ്റെ ചോദ്യം സ്ഥിരമാണ്. ഒരു ചോദ്യമെങ്കിലും ഇല്ലാണ്ട് നിൽക്കാറില്ല. അതുപോലെ പഞ്ചവത്സര പദ്ധതികളും PSC ചോദിക്കാറുണ്ട്. ഇനി വരുന്ന 10th ലെവൽ പ്രിലിംസ് മെയിൻസിനൊക്കെ ഉപകാരപ്പെടുന്ന ഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള PQ100 ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നീതി ആയോഗ് എപ്പോഴാണ് നിലവിൽ വന്നത്? 2015 ജനുവരി 1. നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇതാണ് PSC ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹി. കേന്ദ്ര ഗവൺമെൻറ് ആസൂത്രണ കമ്മീഷൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും നീതി ആയോഗ് എന്ന സംവിധാനം നിലവിൽ വരികയും ചെയ്തു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആസൂത്രണ കമ്മീഷൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ട് നീതി ആയോഗ് എന്ന സംവിധാനം കൊണ്ടുവന്നു. ഇതുവരെയുള്ള ഇന്ത്യയുടെ എല്ലാ കുതിപ്പുകൾക്കും നേതൃത്വം കൊടുത്ത ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് രൂപം കൊടുത്ത ആസൂത്രണ കമ്മീഷൻ 65 വർഷങ്ങൾക്ക് ശേഷം ഇതോടെ ഇല്ലാതാവുകയും ചെയ്തു. അപ്പോൾ നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. അതിനു മുന്നേ ഉണ്ടായിരുന്ന ആസൂത്രണ കമ്മീഷൻ ഇല്ലാതാവുകയും നീതി ആയോഗ് രൂപപ്പെടുകയും ചെയ്തു. നീതി ആയോഗിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? നീതി ആയോഗിൻ്റെ പൂർണ്ണ രൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമേറ്റിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. ഗവൺമെൻറ് പ്രോഗ്രാമുകളും വികസന തന്ത്രങ്ങളും ദീർഘകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യ ഗവൺമെൻറ് സമിതിയാണ് നീതി ആയോഗ്. എന്താണ് നീതി ആയോഗ്? ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമുകളും വികസന തന്ത്രങ്ങളും ദീർഘകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യ ഗവൺമെൻറ് സമിതിയാണ് നീതി ആയോഗ്. നീതി ആയോഗ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ, ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് നീതി ആയോഗാണ്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ, ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? നീതി ആയോഗാണ്. നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാണ്? നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 2015 ഫെബ്രുവരി 8. നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 2015 ഫെബ്രുവരി 8. നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് ടീം ഇന്ത്യ എന്ന പേരിലാണ്. നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് ടീം ഇന്ത്യ എന്ന പേരിലാണ്. നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 2015 ഫെബ്രുവരി 8. നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം അറിയപ്പെടുന്ന പേര് ടീം ഇന്ത്യ എന്ന പേരിലാണ്. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷനെ നിയമിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. താൽക്കാലിക അംഗങ്ങളായി നിയമിക്കപ്പെടുന്നത് പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരെയാണ്. നീതി ആയോഗിൻ്റെ ആസ്ഥാനം നീതി ഭവൻ, സൻസദ് മാർഗ്, ന്യൂഡൽഹി ആണ്. നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നീതി ഭവൻ, സൻസദ് മാർഗ്, ന്യൂഡൽഹി. നീതി ആയോഗിൻ്റെ ആസ്ഥാനം അറിയപ്പെടുന്ന പേരാണ് നീതി ഭവൻ, സൻസദ് മാർഗ്, ന്യൂഡൽഹി. നീതി ആയോഗിൻ്റെ ഭരണ നേതൃത്വത്തിലുള്ളത് അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. അപ്പോൾ നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വരുമ്പോഴും അധ്യക്ഷൻ നരേന്ദ്രമോദി ആയിരുന്നു. ഇപ്പോഴും നിലവിലെ നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. ഉപാധ്യക്ഷൻ അല്ലെങ്കിൽ വൈസ് ചെയർപേഴ്സൺ ആരാണ്? നിലവിലെ വൈസ് ചെയർപേഴ്സൺ അല്ലെങ്കിൽ ഉപാധ്യക്ഷൻ സുമൻ കെ ബറിയാണ്. നീതി ആയോഗിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ അല്ലെങ്കിൽ വൈസ് ചെയർപേഴ്സൺ സുമൻ കെ ബറിയാണ്. ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു?
നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയായിരുന്നു. രണ്ടാമത് രാജീവ് കുമാറാണ്. നിലവിലെ നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ നിലവിലെ ഉപാധ്യക്ഷൻ സുമൻ കെ ബെറിയാണ്. ആദ്യം അരവിന്ദ് പനഗരിയായിരുന്നു. രണ്ടാമത്തെ ഉപാധ്യക്ഷൻ രാജീവ് കുമാർ ആയിരുന്നു. നീതി ആയോഗിൻ്റെ CEO BVR സുബ്രഹ്മണ്യം. നിലവിൽ നീതി ആയോഗിൻ്റെ CEO BVR സുബ്രഹ്മണ്യം. ആദ്യം സിന്ധുശ്രീ ഗുള്ളർ ആയിരുന്നു. നീതി ആയോഗിൻ്റെ ആദ്യത്തെ CEO സിന്ധുശ്രീ ഗുള്ളർ. രണ്ടാമത് അമിതാഭ് കാന്ത്. നീതി ആയോഗിൻ്റെ ഘടന: അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഫ്റ്റനന്റ് ഗവർണർമാർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, സ്ഥിരം അംഗങ്ങൾ, 4 അനൗദ്യോഗിക അംഗങ്ങൾ, സ്പെഷ്യൽ ഇൻവിറ്റീസ്. ഇത്രയാണ് നീതി ആയോഗിൻ്റെ ഘടന എന്ന് പറയുന്നത്. PSC പരീക്ഷയിൽ ആവർത്തി ചോദിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ ആരാണ്, ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്, രണ്ടാമത്തെ ഉപാധ്യക്ഷൻ. അപ്പോൾ നമ്മളിത് കൃത്യമായിട്ട് പഠിക്കണം. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. നിലവിലെ ഉപാധ്യക്ഷൻ സുമൻ കെ ബെറിയാണ്. ആദ്യം അരവിന്ദ് പനഗരിയ. നിലവിലെ സുമൻ കെ ബെറി. ആദ്യത്തേത് അരവിന്ദ് പനഗരിയ. രണ്ടാമത് രാജീവ് കുമാർ. നീതി ആയോഗിൻ്റെ CEO നിലവിൽ BVR സുബ്രഹ്മണ്യം. ആദ്യം സിന്ധുശ്രീ ഗുള്ളർ. രണ്ടാമത് അമിതാഭ് കാന്ത്. ഇനി നമുക്ക് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ നോക്കാം. എന്തൊക്കെയാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ഇത്രയൊക്കെയാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ. അപ്പം നമ്മൾ ഫസ്റ്റ് നോക്കിയത് നീതി ആയോഗിൻ്റെ ആസ്ഥാനം, നീതി ആയോഗിൻ്റെ ഭരണ നേതൃത്വത്തിലുള്ളത് ആരൊക്കെയാണ് നോക്കി. നീതി ആയോഗിൻ്റെ ഘടന അതിൻ്റെ ഭരണ നേതൃത്വത്തിലുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. 2ാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ്? 2ാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ്? PC മഹലനോബിസിൻ്റെ ആശയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1956 മുതൽ 61 വരെയാണ്. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ അധ്യക്ഷൻ നെഹ്റു ആയിരുന്നു. ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയായിരുന്നു. അപ്പോൾ 2ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1956 മുതൽ 61 വരെയാണ്. ആരുടെ ആശയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് 2ാം പഞ്ചവത്സര പദ്ധതി? PC മഹലനോബിസിൻ്റെയാണ്. 2ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് വ്യവസായത്തെയാണ്. 2ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് വ്യവസായത്തെയാണ്. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം വ്യവസായിക നയം 1956 ആണ്. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം വ്യവസായിക നയം 1956. രൂപം കൊണ്ട ഇരുമ്പുരുക്ക് ശാലകളാണ് ഭിലായ്, ഛത്തീസ്ഗഡിലെ ഭിലായ്. ഇതിനു വേണ്ടി സഹായിച്ച രാജ്യം റഷ്യയാണ്. 2ാം പഞ്ചവത്സര പദ്ധതി മുൻതൂക്കം കൊടുത്തത് വ്യവസായത്തിനാണ്. അല്ലെങ്കിൽ 2ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം തന്നെ വ്യവസായമായിരുന്നു, വ്യവസായിക നയമായിരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് രൂപം കൊണ്ട ഇരുമ്പുരുക്ക് ശാലകളാണ് ഭിലായ്. ഭിലായ് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനു വേണ്ടി സഹായിച്ച രാജ്യം റഷ്യയാണ്. അതുപോലെ റൂർക്കേല, ഒഡീഷയിലെ റൂർക്കേല, ഇതിനു വേണ്ടി സഹായിച്ച രാജ്യം ജർമ്മനിയാണ്. ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണ്. ഇതിനു വേണ്ടി സഹായിച്ച രാജ്യം ബ്രിട്ടനാണ്. അപ്പോൾ 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് രൂപം കൊണ്ട ഇരുമ്പുരുക്ക് ശാലകളാണ് ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ. ഇനി നമ്മൾക്ക് PC മഹലനോബിസ് അല്ലെങ്കിൽ പ്രശാന്ത ചന്ദ്ര മഹലനോബിസിനെ കുറിച്ചിട്ടുള്ള പോയിന്റ്സ് നോക്കാം. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകൻ,
പൊതുമേഖലയുടെ സജീവ പങ്കാളിത്തം, ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം എന്നിവയുടെ വക്താവ്. PC മഹലനോബിസ്. മുഴുവൻ പേര് പ്രശാന്ത ചന്ദ്ര മഹലനോബിസ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനും PC മഹലനോബിസ് ആണ്. പൊതുമേഖലയുടെ സജീവ പങ്കാളിത്തം, ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം എന്നിവയുടെ വക്താവ് PC മഹലനോബിസ് ആണ്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾക്ക് ഒന്നാം പഞ്ചവത്സര പദ്ധതി, അതുപോലെ പ്രധാനപ്പെട്ട പഞ്ചവത്സര പദ്ധതിയുമായി പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1951 മുതൽ 1956 വരെ. ലക്ഷ്യം കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1951 1956 വരെ. 1951 മുതൽ 1956 വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1986 മുതൽ 61 വരെ. ലക്ഷ്യം വ്യാവസായിക വികസനം. മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 66 വരെ. ലക്ഷ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. നാലാം പഞ്ചവത്സര പദ്ധതി 1969 മുതൽ 74 വരെ. ലക്ഷ്യം സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം. അഞ്ചാം പഞ്ചവത്സര പദ്ധതി 1974 മുതൽ 79 വരെ. ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ആറാം പഞ്ചവത്സര പദ്ധതി 1980 മുതൽ 1985 വരെ. ലക്ഷ്യം കാർഷിക വ്യവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. ഏഴാം പഞ്ചവത്സര പദ്ധതി 1985 മുതൽ 1990 വരെ. ലക്ഷ്യം ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. എട്ടാം പഞ്ചവത്സര പദ്ധതി 1992 മുതൽ 97 വരെ. ലക്ഷ്യം മാനവശേഷി വികസനം. ഒൻപതാം പഞ്ചവത്സര പദ്ധതി 97 മുതൽ 2002 വരെ. ലക്ഷ്യം ഗ്രാമീണ വികസനവും വികേന്ദ്രിത സൂത്രണവും. പത്താം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെ. മൂലധന നിക്ഷേപമാണ് അതിൻ്റെ ലക്ഷ്യം. 11ാം പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെ. മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണ് ലക്ഷ്യം. 12ാം പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 2017 വരെ. ലക്ഷ്യം സുസ്ഥിര വികസനം. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾക്ക് ഓരോ പഞ്ചവത്സര പദ്ധതികളുടെയും ലക്ഷ്യമിട്ട വളർച്ചാ നിരക്കും കൈവരിച്ച വളർച്ചാ നിരക്കും നോക്കാം. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1 ആയിരുന്നു. എന്നാൽ കൈവരിച്ച വളർച്ചാ നിരക്ക് 3.6% ആയിരുന്നു. അപ്പോൾ വിചാരിച്ചതിൽ കൂടുതൽ വളർച്ചാ നിരക്ക് കൂടിയല്ലേ. രണ്ടാമത്തത് 4.5% ആയിരുന്നു. എന്നാൽ വളർച്ചാ നിരക്കോ കുറഞ്ഞു, 4.3 മാറിയല്ലേ. മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.6 ആയിരുന്നു. എന്നാൽ അതും വീണ്ടും കുറഞ്ഞു, 2.8 മാറിയല്ലേ. നാലാമത്തത് ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.7 ആയിരുന്നു. കൈവരിച്ച വളർച്ചാ നിരക്ക് 3.3 ആയിരുന്നു. അഞ്ചാമത്തത് ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 4.4 ആയിരുന്നു. എന്നാൽ കൈവരിച്ചത് 4.8 ആണ്. അപ്പോൾ അഞ്ചാമത്തേതിൽ നമ്മൾ ലക്ഷ്യമിട്ട വളർച്ചാ നിരക്കിൽ കൂടുതൽ കണ്ടു അല്ലേ. അപ്പോൾ അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടതിലേക്കാൾ കുറച്ച് കൂടുതലായിരുന്നു. ആറാമത്തേതും അതുപോലെ തന്നെ 5.2% ആയിരുന്നു ലക്ഷ്യമിട്ടത്. കൈവരിച്ചത് 5.7. ഏഴാമത്തേത് ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.0 ആയിരുന്നു. കൈവരിച്ചത് 6. എട്ടാമത്തത് 5.6 ആയിരുന്നു ലക്ഷ്യമിട്ടത്. വളർച്ചാ നിരക്ക് 6.8. ഒൻപതാമത്തത് 6.5 ആയിരുന്നു ലക്ഷ്യമിട്ടത്. കൈവരിച്ചത് 5.4. പത്താമത്തെ പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് വളർച്ചാ നിരക്ക് 8 ആയിരുന്നു. വളർച്ചാ നിരക്ക് കിട്ടിയത് 7.6. 11ാമത്തെ വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ടത് 9% ആയിരുന്നു. കിട്ടിയത് 8% ആയിരുന്നു.
ഇനി നമുക്ക് പഞ്ചവത്സര പദ്ധതികളിലെ മറ്റു പോയിന്റ് നോക്കാം. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. ഹാരോഡ് മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 1-ാം പഞ്ചവത്സര പദ്ധതിയാണ്. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത് 2-ാം പഞ്ചവത്സര പദ്ധതി. നമ്മൾ നേരത്തെ കണ്ടു അല്ലേ. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി 4-ാം പഞ്ചവത്സര പദ്ധതി. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 8-ാം പഞ്ചവത്സര പദ്ധതി. കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കപ്പെട്ടത് 10-ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം 5-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം മുഴക്കിയത് ഇന്ദിരാഗാന്ധിയാണ് ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത്. 3-ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനമാണ് ഹരിത വിപ്ലവം. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം 1966 മുതൽ 1969 വരെയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി 1975 ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടിയാണ് ഇരുപതിന പരിപാടി. ഇന്ത്യയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ചത് 1952 12-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കപ്പെട്ട ഭക്ഷ്യസുരക്ഷാ ബിൽ ഒപ്പുവെച്ചത് 2013 സെപ്റ്റംബർ 1-ന്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് വിശേഷിപ്പിച്ചത് 11-ാം പഞ്ചവത്സര പദ്ധതിയെയാണ്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്, ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ 2005 ഏപ്രിൽ 12-ന്, ആശാ പദ്ധതി എന്നീ പദ്ധതികൾക്ക് നിലവിൽ വന്നതൊക്കെ 11-ാം പഞ്ചവത്സര പദ്ധതി പ്രകാരമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റായി അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.